എനിക്ക് പരിചയമുള്ള ഒരു സഹോദരിയുണ്ട്. ഒരു വീട്ടമ്മയാണ്. അതോടൊപ്പം തന്നെ കൂലിപ്പണികൾക്കൊക്കെ പോയി ജീവിക്കുന്ന, കല്ല് ചുമന്ന് തൊഴിലുറപ്പ് പദ്ധതിക്കൊക്കെ പോയി ജീവിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുൻപ് ആ വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് അറിയുവാൻ ഇടയായി. അത് കേട്ടപ്പോൾ വലിയ സങ്കടം തോന്നി. കാരണം എന്താ? ഈ സഹോദരിയാണ് ആ കുടുംബത്തെ പുലർത്തിക്കൊണ്ടിരുന്നത്. ഹസ്ബൻഡ് വയ്യാത്ത രോഗം മൂലം അസ്വസ്ഥതയുള്ള ഒരു വ്യക്തിയായിരുന്നു. മക്കൾ ആ സഹോദരിയെ പോലെ ഊർജ്ജസ്വലതയുള്ളവരൊന്നും ആയിരുന്നില്ല. എങ്കിലും ഈ സഹോദരിയുടെ അധ്വാനം മൂലം ആ മക്കളെയൊക്കെ പഠിപ്പിക്കുവാനും അതോടൊപ്പം കുടുംബജീവിതത്തിലേക്കൊക്കെ ഒന്ന് പറഞ്ഞയക്കുവാനും സാധിച്ചു. എന്നാൽ ഈ സഹോദരിയെ വലിയ രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോയപ്പോൾ ഈ സഹോദരിയെ ഒന്ന് സഹായിക്കുവാനായിട്ട് ആരുമില്ല. ഇവരുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, ഉള്ളിനുള്ളിലെ എത്രമാത്രം വേദനയും ദുഃഖമുണ്ടെങ്കിൽ പോലും പുറമേ ഒന്ന് പുഞ്ചിരിക്കുവാൻ, അത് പ്രകടിപ്പിക്കാതെ മുമ്പോട്ട് പോകുവാനായിട്ട് ശ്രമിക്കുന്ന ഒരു സഹോദരിയായിരുന്നു. ക്യാൻസർ എന്ന് പറയുന്ന രോഗത്തിലേക്ക് വഴുതി വീണു. തീർത്തും പറ്റാത്ത ഒരു ജീവിത സാഹചര്യം. സഹായിക്കാനായിട്ട് ആരുമില്ല, മരുന്ന് മേടിക്കുവാനായിട്ട് സമ്പാദ്യവുമില്ല. ഇതൊക്കെ പിന്നീടാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത്. ആ സഹോദരി തീരുമാനമെടുക്കുകയാ മരിക്കണമെന്ന്. അതിനു മുൻപ് ചെയ്ത ചില പ്രിപ്പറേഷൻ, അതാണ് നമ്മളെ വളരെയധികം വേദനിപ്പിക്കുന്നത്. അധ്വാനിച്ചുണ്ടാക്കിയ ഒരു മാലയുണ്ട്. ആ മാലയും കമ്മലുമൊക്കെ ഒരു സ്ഥലത്ത് ഭദ്രമായി, അത് ജീവിത പങ്കാളിയും മക്കളൊക്കെ കാണുന്ന ഒരു സ്ഥലത്ത് ഭദ്രമായി അഴിച്ചു വെച്ചു. പിന്നീട് തൊട്ടടുത്തുള്ള പുഴയിലേക്ക് ചാടി മരിക്കുന്ന രംഗം. പ്രിയപ്പെട്ടവരെ, വലിയ വേദനാജനകമായ ഒരു സംഭവമായിരുന്നു അത് ആ നാടിനെ സംബന്ധിച്ചിടത്തോളം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു സഹായം കൂടെയുള്ളവരോടൊന്ന് അപേക്ഷിച്ചായിരുന്നെങ്കിൽ ഒരുപക്ഷേ ഈ അവസ്ഥയിലേക്ക് പോകേണ്ടി വരുമായിരുന്നില്ല. കാരണം സാന്നിധ്യം കൊണ്ടും സമ്പത്ത് കൊണ്ടും സഹായിക്കാൻ മനസ്സുള്ള അനേകം വ്യക്തികളുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ കേരളീയരുടെ ഇടയിൽ.